ആ ഒരു ഒപ്പിന്റെ വില തനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിന്റെ വില ഞാനെന്തിനു ഊഹിക്കണം? ആ ഔദാര്യം പറ്റുന്ന നിങ്ങൾ അറിഞ്ഞാ പോരെ. ഇതേ ഔദാര്യമൊന്നുമല്ല, ഞങ്ങളുടെ അവകാശമാ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതാ. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചാണെങ്കിലേ അത് നിങ്ങൾക്ക് എന്നെ തരില്ലേ? അങ്ങനെ അല്ലാത്തോണ്ടാണല്ലോ അത് മാറ്റി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതിനു മുമ്പും പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനിയും പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടുമല്ല. കമഴ്ത്തി വെച്ച കുടത്തിന്മേലെ വെള്ളം ഒഴിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്വമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ നിശബ്ദനായിട്ട് നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ നോക്കും മോനെ, നീ ഇരിക്കേ. ഇല്ലമ്മേ, പറയാനുള്ളത് പറയട്ടെ. വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് മോളെ അന്വേഷിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും എന്തായാലും എനിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ തുറന്നു പറയുകയാണ്, ഈ വിവാഹം നടത്താൻ എനിക്ക് താല്പര്യമില്ല. പല പ്രാവശ്യം ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഒന്ന് നിർത്തിക്ക ഗിരി, നീ എന്താ ചെറിയ കുട്ടികളെ പോലെ? അല്ലമ്മേ, ഇനിയും പറഞ്ഞില്ലെങ്കിലേ ഇവരാരും അത് അറിഞ്ഞില്ല എന്ന് പറയും. ഞാൻ ശരണി എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല, ഇനി കാണാനോട്ട് കഴിയേയില്ല. ഇനി കാത്തിരിക്കാൻ സമയമില്ല ഞങ്ങൾക്ക്. രാത്രി പോകുന്നല്ലോ, ഹോം സ്റ്റേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും മുറിയിലേക്ക് പോയി കഴിയുമ്പോ നമുക്ക് പതിയെ പണി തുടങ്ങാം. ഇനിയിപ്പോ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ പേപ്പർ അങ്ങെടുത്തോ. സൈൻ വാങ്ങിയാ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിട്ടെ എത്ര ദിവസമായെന്നറിയാമോ? ആ പേടിയൊക്കെ വിട്ടേക്ക് സാറേ, ഇനി ടെൻഷനൊന്നും വേണ്ട. തനിക്ക് ഞങ്ങളെ ചേച്ചി അറിയാഞ്ഞിട്ടാ, നമ്മളൊന്നും ഒന്നുമല്ല. ഗിരിയെ ആശ്രയിച്ച് ഇനി എത്ര നാൾ വസുധയും മക്കളും മുന്നോട്ട് പോകും? കാര്യം നടത്താൻ പറ്റുമെങ്കിൽ ഇന്ന് നടക്കും, ഇല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ ഞാൻ അവസാനിപ്പിച്ച് എന്റേതായ വഴിക്ക് ശ്രമിക്കും. പ്രസന്നനും സുധാകരനും വേണ്ടി മാനവ് ഇനി എന്ത് ക്രൂരതയാണ് വസുധയ്ക്കെതിരെ പ്രവർത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? സ്വന്തമായ ഒരു കമ്പനി എന്ന സ്വപ്നം സഫലമാക്കാനായുള്ള ശ്രമത്തിൽ അമ്മയും ഭാര്യയും കൈവിടുമ്പോൾ സനീഷിന് തുണയാകുന്നത് ആരാവും? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.